ഞാൻ നിനക്ക് ഒരു വീട് വെച്ച് തരട്ടേടി. കൂട്ടുകാരി ഡയാന ഫോണിലൂടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ രജനി പെട്ടെന്ന് ഷോക്കായിപ്പോയി. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ജോലിസ്ഥലത്ത് നിന്നും രജനി തന്റെ പഴയ വീട്ടിലെത്തിയ ശേഷം രജനി തന്റെ പ്രിയ കൂട്ടുകാരി ഡയാനയെ തിരിച്ചു ഫോണിൽ വിളിച്ചു. നിനക്കായി ഞാൻ ഒരു ചെറിയ വീട് വെച്ച് തരാൻ പോകുന്നു, ഡയാന പറഞ്ഞു. പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു. പഴയ വീടിന്റെ സ്ഥാനത്ത് ഇപ്പോൾ 23 ലക്ഷം രൂപ ചെലവിൽ ഒന്നാന്തരം വീട്. പത്തനംതിട്ട പുല്ലാട് കുറുങ്ങഴയിലാണ് കൂട്ടുകാരി നിർമ്മിച്ചു നൽകിയ രജനിയുടെ പുതിയ വീട്. കുട്ടിക്കാലം മുതൽ രജനിയുടെ കളിക്കൂട്ടുകാരിയാണ് ഡയാന. 8 മുതൽ 10ാം ക്ലാസ് വരെ ഇരുവരും പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്നാണ് പഠിച്ചത്. ജോലിയൊക്കെ ലഭിച്ച് ഒരിക്കൽ ഡയാന രജനിയുടെ വീട്ടിൽ കുടുംബസമേതം എത്തിയപ്പോഴാണ് രജനിയുടെ വീടിന്റെ ശോച്യാവസ്ഥ ഡയാന ശ്രദ്ധിച്ചത്. തന്റെ കൂട്ടുകാരിക്കായി പുതിയ വീട് നിർമ്മിച്ചു നൽകാനും ഡയാന തീരുമാനിച്ചു. ഡയാനയെ കുറിച്ച് പറയുമ്പോൾ രജനിക്ക് 100 നാവാണ്. കുട്ടിക്കാലം ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോവുകയും വരികയും ചെയ്യും. പിന്നെ വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വീടുകളിലോട്ട്. ആ ദിവസം വരുവാണെങ്കിൽ കൂടുതൽ സമയം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ട്. കാരണം ഒന്നേൽ വീടുകളിൽ ഞാൻ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരും. അങ്ങനെയായിരുന്നു. ഞങ്ങൾ 8, 9, 10 ഒരുമിച്ച് പഠിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വേറെ സ്കൂളുകളിലായിരുന്നു പഠിച്ചത്. പക്ഷെങ്കിൽ സൗഹൃദം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ, ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. അതൊരു വെക്കേഷൻ സമയത്ത് ഇവിടെ വന്നപ്പം എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീടിൻ്റെ മോശാവസ്ഥ കണ്ടപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് നമുക്ക് ചെറിയ വീട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പോൾ ഒരു വീട് വെക്കാനുള്ള സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ. എന്നെ കൊണ്ടിപ്പോൾ പറ്റത്തില്ല. അപ്പോൾ അത് പെട്ടെന്ന് കേട്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി. ഡയാനയും രജനിയും ഒരുമിച്ചാണ് വീട് നിർമ്മാണത്തിനായി കരാറുകാരനെ കാണാൻ പോയത്. വീടിന്റെ ഡിസൈനും ഇരുവർക്കും ഇഷ്ടപ്പെട്ടു. 1 വർഷം എടുത്തു വീട് പണി കഴിയാനായിട്ട്. ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോയി വീട് പണി ഏൽപ്പിക്കുന്നതും എല്ലാ പ്ലാനും എല്ലാം കണ്ടിട്ടാണ് തിരിച്ച് USA പോയത്. കയറി താമസത്തിന് ആയപ്പോഴത്തേന് നാട്ടിലെത്തിയുള്ളൂ. വന്ന് കയറി താമസത്തിനുണ്ടായിരുന്നു. ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. 1 വർഷം കൊണ്ട് പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. വീടിന്റെ പാലുകാച്ചലിന് കൂട്ടുകാരി ഡയാന കുടുംബസമേതം അമേരിക്കയിൽ നിന്നെത്തിയിരുന്നു. എന്തായിരിക്കണം സൗഹൃദം എന്ന ചോദ്യത്തിന് രജനിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. സൗഹൃദം എന്നും നിലനിൽക്കുന്നതായിരിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അതേ ഉള്ളൂ നിലനിൽക്കുന്നത്. 1080 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിലാണ് രജനിയുടെ മനോഹരമായ വീട്. അടുത്ത അവധിക്ക് കൂട്ടുകാരി ഡയാനയും കുടുംബവും നാട്ടിലെത്താൻ കാത്തിരിക്കുകയാണ് രജനി ഡയാന നല്ല സൗഹൃദത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ. സൗഹൃദങ്ങളായാൽ ഇങ്ങനെ തന്നെ വേണം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.